സർ, ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഇന്ന് ലോകത്തെ പല ഭാഗങ്ങളിലും വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ 30 ലക്ഷത്തോളം ആളുകൾ വനാതിർത്തികളിൽ ഭീതിയോടെ കഴിയുകയാണ്. കൃഷിനാശം കൊണ്ടാണ് ഉപജീവന മാർഗം നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ, ആശുപത്രിയിൽ പോകാൻ പറ്റാതെ, പുല്ല് വെട്ടാൻ പോകാൻ പറ്റാതെ വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. സാർ, ഈ വിഷയം ഓരോന്നുണ്ടാകുമ്പോൾ നമ്മൾ കൂടുവെച്ച് കടുവയെ പിടിക്കുന്നുണ്ടല്ലാതെ മറ്റു പല സംസ്ഥാനങ്ങളും ചെയ്യുന്നത് പോലെ പുതിയ ശാസ്ത്രീയമായ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുന്നില്ല. ഇപ്പൊ കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഒരുപാട് മെഷേഴ്സ്, പുതിയ സയന്റിഫിക് ആയിട്ടുള്ള മെഷേഴ്സ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വന്യജീവികൾ മനുഷ്യൻ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ 5 കടുവ ഇറങ്ങിയെന്നാണ് പറയുന്നത്. ബത്തേരിയിൽ വയനാട്ടിലെ കാടിനാകെ 370 380 സ്ക്വയർ കിലോമീറ്റർ വീതിയുള്ളൂ. ഒരു കടുവയ്ക്ക് മാത്രം 20 സ്ക്വയർ കിലോമീറ്റർ ആണ് ഹാബിറ്റാറ്റ് ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പറയുന്നത്. സാർ, അവിടെ 162 കടുവകൾക്ക് കൂടി 372 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള കടുവകൾ പ്രായമായ കടുവകളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കും. അവർക്ക് ഭക്ഷണം ഇര തേടാൻ പറ്റാതെ വരുമ്പോൾ, ഇര തേടാൻ ഇല്ല, നമ്മുടെ ഒരു 95 വയസ്സുള്ള പ്രായമാണ്, 17 വയസ്സെന്ന് പറയുന്നത് കടുവയ്ക്ക്. അവര് കുറ്റിയിൽ കെട്ടിയിരിക്കുന്ന മൃഗങ്ങളെ അടിച്ചു തിന്നും, അല്ലെങ്കിൽ മനുഷ്യരെ ആക്രമിക്കും. സാർ, ഇതിന്റെ യഥാർത്ഥ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എടുത്തിരിക്കുന്ന പുതിയ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഇത് പരിഹരിക്കാൻ വേണ്ടി എടുക്കാൻ സർക്കാർ തയ്യാറാവുമോ? യെസ് മിനിസ്റ്റർ. സർ,